ടീനേജറായിട്ടുള്ള നമ്മുടെ ഹീറോയിന് പരിപാടി ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൾ ഒന്നും രണ്ടും അല്ല, ഒരുപാട് ആൾക്കാരുമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2005 ഇറങ്ങിയ മെലീസ പി എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം വെൽക്കം ടു മൂവി ഹണ്ടർ മലയാളം. നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പം ഒരു കിളപ്പി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കും. ആ ടൈമിൽ പുള്ളിക്കാരിയുടെ മരുമകൾ വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഹാർട്ടിന് കണ്ടീഷൻ മോശമല്ലേ, സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറയും. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഹീറോയിൻ്റെ റൂമിലേക്ക് പോകും. ആ ടൈമിൽ ഹീറോയിൻ ഹാഫ് ന്യൂഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയെ കണ്ട ഉടനെ തന്നെ ഹീറോയിൻ ചാടി എഴുന്നേക്കും. അവിടുന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ഹീറോയിനും അവളുടെ കൂട്ടുകാരി മാനിലയും കൂടെ ഡാനിയലിൻ്റെ വീട്ടിലേക്ക് പാർട്ടിക്ക് പോകും. അവിടെ ചെല്ലുമ്പം ഹീറോയിൻ ഡാനിയലിനെ തന്നെ നോക്കിയിരിക്കും. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ അവനെ വൺ സൈഡായിട്ട് ലൈൻ അടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഡാനിയലാണെങ്കിലോ ഇവളെ മൈൻഡ് കൂടി ചെയ്യത്തില്ല. എല്ലാവരും പൂളിൻ്റെ അടുത്ത് നിൽക്കുന്ന കാണുമ്പം ഹീറോയിനും അങ്ങോട്ടേക്ക് പോകും. ആ ടൈമിലാണ് തെന്നി അടിച്ച് അവൾ വെള്ളത്തിലേക്ക് വീഴുന്നത്. ഇത് കണ്ട മാനിലയാണെങ്കിലോ അവൾക്ക് നീന്തലറിയില്ല. ആരെങ്കിലും അവളെ രക്ഷിക്കാൻ പറഞ്ഞ് അവിടെ കിടന്ന് അലറും. ഇത് കേട്ട ഡാനിയൽ നീന്തി വന്ന് അവളെ രക്ഷിക്കും. ആ ടൈമിലാണ് ഡാനിയൽ ആദ്യമായിട്ട് അവളോട് മിണ്ടുന്നത്. അവൻ മിണ്ടുന്ന കേട്ടിട്ടോ ഇവളുടെ ഉള്ളിൽ എന്തൊക്കെ ഒരു ഫീലിംഗ് തോന്നും. ഇത് മനസ്സിലാക്കിയ ഡാനിയൽ അവളെ വിളിച്ചുകൊണ്ട് ഒരു പ്ലേസിലേക്ക് പോകും, ഒരു അടിപൊളി വ്യൂ പോയിന്റിലേക്ക്. അവിടെ വെച്ച് ഡാനിയൽ അവളോട് ചോദിക്കും, നീ വെർജിനാണോ, നിനക്ക് ലൈൻ ഉണ്ടോ എന്നൊക്കെ. ഇത് കേട്ട ഹീറോയിൻ പറയും, ഇതുവരെ ലൈനൊന്നുമില്ല, അവൾ വെർജിനാണെന്നും. അവളത് പേടിച്ച് പറയും. ഇത് കേട്ട ഡാനിയൽ അവളോട് ചോദിക്കും, ഞാൻ നിനക്കൊരു കിസ് തരട്ടെ എന്ന്. കിസ് എന്ന് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ എന്തൊക്കെയോ പോലെ തോന്നും. അവളതിന് ഓക്കെയും പറയും. ഹീറോയിൻ കിസ് ചെയ്യാനായി അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴോ ഡാനിയൽ പറയും, എനിക്ക് ലിപ്പിൽ വേണ്ട, താഴെ മതിയെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിന് വേറെ വഴിയില്ലാതെ അവളെ താഴേക്ക് പോകും. പിന്നീട് നിങ്ങൾ വിചാരിച്ചതുപോലൊക്കെ തന്നെ നടക്കും. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോകും. ഹീറോയിനാണെങ്കിലോ പിന്നെ ഡാനിയലിനെ കാണത്തുകൂടിയില്ല. എന്നാലോ ഇവളുടെ മനസ്സ് മുഴുവൻ ഡാനിയലായിരുന്നു. ക്ലാസ്സിലിരിക്കുന്ന ടൈമിലെല്ലാം ഹീറോയിൻ ഡാനിയലിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ്റെ ക്ലാസ്സിലേക്ക് മാർക്കോ എന്ന പേരുള്ള പുതിയൊരു പയ്യനും കൂടി വരും. ഹീറോയിൻ വീട്ടിൽ ഏറ്റവും കമ്പനി ഗ്രാൻഡ്മയുടെ കൂടാണ്. അതായത് തുടക്കം സിഗരറ്റും വലിച്ചുകൊണ്ടിരുന്നില്ലേ ഒരു കിളവി, പുള്ളിക്കാരിയുമായിട്ട്. കുറേ നാളുകൾ കഴിഞ്ഞ് ഹീറോയിൻ സ്കൂളിൽ നിൽക്കുന്ന ടൈമിൽ കുറേ ബാസ്കറ്റ് ബോൾ പ്ലേയേഴ്സ് വരും. ആ കൂടെയാണെങ്കിലോ ഡാനിയലും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ കൂടിയാണ് ഹീറോയിൻ ഡാനിയലിനെ കാണുന്നത്. അവനെ കണ്ട ഉടനെ തന്നെ ഹീറോയിൻ നല്ല ഹാപ്പിയാവും. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടെ രാത്രി ഒരു പാർട്ടിയിലേക്ക് പോകും. ആ പാർട്ടിയിലാണെങ്കിലോ ഡാനിയലും ഉണ്ടായിരുന്നു. ഡാനിയലിനെ കണ്ട ഹീറോയിന് ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ ഹാപ്പിയാകും. ഇവൾ അവനെ തന്നെ നോക്കി നിൽക്കും. എന്നാൽ ഡാനിയലാണെങ്കിലോ ഇവളെ കണ്ടതായിട്ട് കൂടി നടിക്കത്തില്ല. അവൻ അവിടെ നിന്ന് പോകാൻ നേരം അവളോട് ചോദിക്കും, ഏയ് നീ അന്ന് ആ പാർട്ടിയിൽ വെച്ച് കണ്ട പെണ്ണല്ലേ, നിന്നെ ഞാൻ മറന്നേ പോയെന്ന്. എന്നാൽ ആ ടൈമിലും ഹീറോയിൻ ഹാപ്പി ആയിട്ട് ഇവനോട് മിണ്ടും. ഡാനിയൽ പറയും, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന്. കേട്ട ഉടനെ തന്നെ ഹീറോയിനും ഓക്കെ പറയും. അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ലും. അന്ന് രണ്ടുപേരും തമ്മിൽ പരിപാടി നടക്കും. അന്നാണ് ഹീറോയിൻ ആദ്യമായിട്ട് അവളുടെ വെർജിനിറ്റി നശിപ്പിക്കുന്നത്. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. ആ ഒരു ഫ്ലോയിൽ തന്നെ അവൾ ഡാനിയലിനെ പ്രപ്പോസ് ചെയ്യും. പക്ഷേ ഇത് കേട്ട ഡാനിയലാണെങ്കിലോ, ഇത് നോക്ക്, ഞാൻ നിന്നെ ലവ് ഒന്നും ചെയ്യുന്നില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ പറഞ്ഞ ഹീറോയിനെ ഓടിയും. അന്ന് ഹീറോയിൻ നല്ലപോലെ നാണം കെടും. അന്ന് തൊട്ട് അവളൊരു തീരുമാനവും എടുക്കും, ഇനി എങ്ങും നാണം കെടാൻ പാടില്ല, എല്ലാവരും അവളുടെ പുറകെ വരണം, ഇവൾ ആരുടെയും പുറകെ പോകാൻ പാടില്ലെന്ന്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അവളൊരു സ്വിമ്മിങ് ക്ലാസ്സിന് പോയി ചേരും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ്റെ ഗ്രാൻഡ്മയുടെ ഹാർട്ട് കണ്ടീഷൻ വളരെ മോശമാകും. ഡോക്ടർമാർ പുള്ളിക്കാരിയോട് റൂമിൽ തന്നെ ഇരിക്കാനായി പറയും. അങ്ങനെ ഹീറോയിൻ്റെ അമ്മയും ഗ്രാൻഡ്മയും കൂടി ആ റൂമിലേക്ക് പോകും. അതായത് ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെയുള്ള ഈ റൂം. എന്നാലോ ഹീറോയിനും ഗ്രാൻഡ്മയ്ക്കും ഇത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഗ്രാൻഡ്മ ഹീറോയിനോട് പറയും, നീ വിഷമിക്കാതെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് കുറേ അഡ്വൈസ് കൊടുക്കും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ്റെ ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് വന്ന മാർക്കോ ഹീറോയിൻ്റെ അവിടെയും ഇവിടെയും എല്ലാമായിട്ട് നോക്കും. പല വ്യൂ പോയിന്റിൽ നിന്ന് നോക്കും. പക്ഷേ ഇതൊന്നും ഹീറോയിൻ അറിയുന്നുമുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഹീറോയിൻ മാനിൻ്റെയുമായിട്ടൊരു ഹോട്ടലിലേക്ക് പോകും. ആ ടൈമിൽ അവിടെ ഇരിക്കുന്ന ഒരു അങ്കിളിനെ ഹീറോയിൻ ഇങ്ങനെ വായി നോക്കും. എന്തൊക്കെയോ ഒരു രീതിയിൽ നോക്കും. ഇത് കണ്ട അങ്കിളിനാണെങ്കിലോ എന്തൊക്കെയോ പോലെ തോന്നും. പുള്ളി ഹീറോയിൻ്റെ അടുത്തേക്ക് വരും. ആ ടൈമിൽ ഹീറോയിൻ മാനിലയോട് ബൈ പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ആക്ച്വലി അന്ന് ഹീറോയിൻ ആ പുള്ളിയെ ജയിച്ചതുപോലെയായിരുന്നു. കാരണം ഹീറോയിൻ്റെ ആഗ്രഹം എല്ലാവരെയും ഹീറോയിൻ്റെ അടിമയാക്കി വെക്കണമെന്നായിരുന്നു. അന്ന് അവളത് നേടുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ ഡോറ് തുറക്കുമ്പോഴോ അവളുടെ ഗ്രാൻഡ്മ അങ്ങോട്ടേക്ക് വരും. ഗ്രാൻഡ്മയെ കണ്ട ഹീറോയിൻ ആണെങ്കിലോ വളരെ ഹാപ്പിയാകും. എന്നാൽ ഗ്രാൻഡ്മയ്ക്ക് ഹീറോയിൻ്റെ മുഖം കണ്ടതേ പിടികിട്ടും.
അവൾ എന്തോ കഷ്ടത്തിലാണെന്ന്. ഏതൊക്കെയുണ്ടെന്ന് ഗ്രാൻഡ്മ ചോദിക്കുമ്പോഴോ ഹീറോയിൻ ഒന്നും മിണ്ടത്തുമില്ല. ആ ടൈമിലാണ് ഗ്രാൻഡ്മ പറയുന്നത്, ഞാനും നിന്നെപ്പോലായിരുന്നു. ചെറിയ പ്രായത്തിൽ ഒരാളെ ലൈൻ അടിച്ചു. ഞങ്ങൾ തമ്മിൽ പരിപാടി നടത്തി. പക്ഷേ കുറേ കഴിഞ്ഞാണ് പിടി കിട്ടിയത് പുള്ളിയുമായിട്ട് സെറ്റാകത്തില്ലെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. പിന്നീട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു എന്ന് പറയും. അതോടൊപ്പം തന്നെ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ തീരുമാനം എടുക്കണമെന്നും ഗ്രാൻഡ്മ ഹീറോയിനോട് പറയും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിലാണ് ഡാനിയൽ വിളിക്കുന്നത്. അവൻ്റെ വോയിസ് കേട്ട ഉടനെ ഹീറോയിൻ കട്ട് ചെയ്താലോ എന്നൊക്കെ ഓർക്കും. പക്ഷെ അവൾ ചെയ്യില്ല. അവൾ നല്ല ഹാപ്പിയാകും. ഡാനിയൽ ചോദിക്കും, എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ, നമുക്കൊന്ന് തനിയെ സംസാരിക്കണമെന്ന്. ഹീറോയിൻ ആണെങ്കിലോ നാണമില്ലാതെ വീണ്ടും അവൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന ഉടനെ ഡാനിയൽ ഇവളെ കിസ് ചെയ്യും. എന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുവാണെന്നോർത്ത് ഹീറോയിൻ കണ്ണടയ്ക്കുമ്പോഴോ ദേ നിൽക്കുന്ന ഡാനിയലിൻ്റെ ഫ്രണ്ട് ആന്റണിയെ കണ്ട ഉടനെ ഹീറോയിൻ ചോദിക്കും, ഇവനെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, മര്യാദയ്ക്ക് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പറയും. ആ ടൈമിലാണ് ഡാനിയൽ പറയുന്നത്, നമുക്ക് 3 പേർ കൂടി ചേർന്ന് അത് ചെയ്യാമെന്ന്. ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിലോ ഒട്ടും ഇഷ്ടപ്പെടില്ല. അവൾ ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് പോകാനേ തുടങ്ങും. ആ ടൈമിൽ ഡാനിയൽ വിളിച്ചിട്ട് പറയും, കൊച്ചു ചെറുക്ക എന്നൊക്കെ വിളിക്കത്തില്ലേ, അതുപോലെ അവളോട് പറയും, ഈ പെണ്ണെ നിനക്ക് പേടിയാണേ വേണ്ട, നിന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ലെന്ന് പറയും. ഇത് കേട്ട ഹീറോയിന് വീണ്ടും ദേഷ്യം വരും. കൊച്ചു പെണ്ണോ, ഞാനാണോ കൊച്ചു പെണ്ണ്, ഞാൻ വലിയ പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ അത് ചെയ്യും. ഡാനിയൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ അവൾ നടത്തും. അങ്ങനെ ഹീറോയിൻ ഇത് പോയി അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. ഇത് കേട്ട ഫ്രണ്ടാണെങ്കിലോ നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതാണ് ഇതാണ് എന്നൊക്കെ ഹീറോയിനോട് പറയും. പക്ഷേ ഹീറോയിൻ പറയും, എനിക്കും ആദ്യം അങ്ങനെയൊക്കെയാണ് തോന്നിയത്, പക്ഷേ പോകും തോറും എനിക്കത് ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട ഫ്രണ്ടിൻ്റെ കിളി പോകും. ഒരിക്കലും ഹീറോയിനും അതോടൊപ്പം തന്നെ ക്ലാസ്സിലെ എല്ലാവരും കൂടി ഒരു മ്യൂസിയത്തിലേക്ക് പോകും. അവിടെ വെച്ച് ഹീറോയിൻ ഒരാളെ കാണും. ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ആ പുള്ളിയും ഹീറോയിനെ തനിയെ വിളിച്ചുകൊണ്ട് പോകും. പിന്നീട് പറയണ്ടല്ലോ, ഇതിൽ ഹീറോയിന് ഒരു ഹോബിയുണ്ട്. അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ അവളുടെ ഡയറിയിൽ എഴുതി വെക്കും. ഇതവളുടെ കൂട്ടുകാരി മാനിലേക്കും അറിയാം. അങ്ങനെ മാനിലൊരിക്കൽ ഹീറോയിൻ അറിയാതെ അവളുടെ ഡയറി എടുക്കും. എന്നിട്ട് ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളത് വായിക്കുകയും ചെയ്യും. അങ്ങനെ ഈ കാര്യം ക്ലാസ്സിലുള്ള എല്ലാവരും അറിയും. ഹീറോയിനെ അവരൊരു പ്രത്യേക രീതിയിൽ കാണും. ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്ന് ഡയറി കാണുമ്പോഴോ അവൾക്ക് ദേഷ്യം വരും. അവൾ ആ ഡയറി അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ നോക്കും. പക്ഷെ അത് കിട്ടില്ല. ആ ടൈമിലാണ് മാർക്കോ അങ്ങോട്ടേക്ക് വന്ന് ഡയറി വാങ്ങിച്ച് ഹീറോയിന് കൊടുക്കുന്നത്. ഡയറി കിട്ടിയ ശേഷമോ ഹീറോയിൻ മാനിലയോട് എല്ലാത്തിനും നീയാണ് കാരണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകും. മാനില പിന്നീട് എത്ര വിളിച്ചിട്ടും ഹീറോയിൻ ഫോൺ എടുക്കത്തുമില്ല. പിറ്റേ ദിവസം മാനില വന്ന് ഹീറോയിനോട് മിണ്ടും. എന്നാൽ ഹീറോയിനോ അവളെ മൈൻഡ് കൂടി ആക്കത്തില്ല. അതോടൊപ്പം തന്നെ ഹീറോയിന് തനിയെ ഇരിക്കുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഇവൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കോ ഇവളെ കാണുന്നത്. മാർക്കോ ഇവളുടെ അടുത്ത് എന്തോ പറയാനായി അടുത്തേക്ക് വരും. ആ ടൈമിൽ തന്നെ ഹീറോയിന് ഒരു കോളും വരും. നോക്കുമ്പോഴോ ആൻ്റണി, ഡാനിയലിൻ്റെ കൂട്ടുകാരൻ ആൻ്റണി. ഹീറോയിൻ അവിടെ നിന്ന് ആൻ്റണി അടുത്തേക്ക് ചെന്നിട്ട് എന്താണ് വിഷയമെന്ന് ചോദിക്കും. ആൻ്റണി ആണെങ്കിലോ ഇവളുടെ കണ്ണ് കെട്ടിയിട്ട് ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകും. പാതാളം പോലെയുള്ളൊരു പ്ലേസ്. താഴെ ചെല്ലുമ്പം ഹീറോയിൻ പറയും, ഇതെവിടെയാണ്, എനിക്ക് പേടിയാകുന്നുണ്ടെന്ന്. ആൻ്റണി അവളെ കെട്ടഴിച്ചിട്ട് പറയും, നിന്റെ വട്ടത്തിൽ 5 പേര് നിൽപ്പുണ്ട്, നീ 5 പേർക്ക് ചെയ്തു തന്നാൽ നിന്നെ വെറുതെ വിടാമെന്ന്. ഇത് കേട്ട ഹീറോയിനാണെങ്കിലോ ആദ്യം ചെയ്യുന്നത് ഒട്ടും ഇഷ്ടത്തോടെയല്ലായിരുന്നു. പക്ഷെ പിന്നെ അവൾക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അങ്ങനെ ഹീറോയിൻ ഈ കാര്യം അവളുടെ ഡയറിയിൽ എഴുതും. പക്ഷേ പിന്നീട് ഹീറോയിൻ ഇതോർത്ത് നല്ല വിഷമവും ദേഷ്യവും എല്ലാം വരും. അവൾക്കിതിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയാത്ത പോലെ ആകും. ഹീറോയിൻ മുമ്പ് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്തതിനെല്ലാം അവൾക്കൊരു റിപ്ലൈ വരും. ഒരാൾ അവളെ ഹോട്ടലിലേക്ക് വിളിക്കും. ഹീറോയിൻ മേക്കപ്പ് ഒക്കെ ഇട്ട് ഹാപ്പി ആയിട്ട് ഹോട്ടലിലേക്ക് പോകും. ആ ഗ്യാപ്പിലാണ് അവളുടെ അമ്മ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും റൂമിൽ നിന്ന് അവളുടെ അമ്മയ്ക്ക് ഒരു കോഡ് വരും, ഇവളുടെ ഗ്രാൻഡ്മയ്ക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞ്. ഇത് കേട്ട ഉടനെ തന്നെ ഷോക്കായ അമ്മ ഹീറോയിനെ അന്വേഷിച്ച് അവളുടെ റൂമിലേക്ക് പോകും. പക്ഷേ ഹീറോയിൻ റൂമിലില്ലായിരുന്നു. അവളെ വിളിച്ചിട്ട് ഫോണും എടുക്കത്തില്ല. ആ ടൈമിലാണ് ഇവളുടെ അമ്മ അവിടെ ഒരു ഡയറി കാണുന്നത്. അത് ഹീറോയിൻ്റെ ആ ഡയറി തന്നെയായിരുന്നു. ഇവളുടെ അമ്മ ആ ഡയറി എടുത്ത് ബാഗിലേക്ക് ഇട്ട ശേഷം ആശുപത്രിയിലേക്ക് പോകും. ആശുപത്രിയിലേക്ക് ചെന്ന് വെയിറ്റ് ചെയ്യുന്ന ടൈമിലാണ് പുള്ളിക്കാരി ആ ഡയറി വായിക്കുന്നത്. ആ ഡയറിക്കകത്ത് ഹീറോയിൻ നടത്തിയതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം വായിച്ച് അവളുടെ അമ്മ നല്ലപോലെ ഷോക്കാകും. ആ ടൈമിൽ തന്നെ ഗ്രാൻഡ്മയുടെ ഒരു ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരും. പുള്ളി പറയും, ഞാനും അവളും നല്ല കമ്പനിയായിരുന്നു, പക്ഷേ അവൾ ഡെഡായെന്ന്. അതായത് ഗ്രാൻഡ്മ ഡെഡായെന്ന്. ഇതും കൂടി അറിഞ്ഞ ഹീറോയിൻ്റെ അമ്മയ്ക്ക് നല്ല വിഷമമാകും. കാരണം ഒരു വശത്ത് അമ്മായിയമ്മ ഡെഡായി, മറുവശത്ത് ഹീറോയിൻ വഴി തെറ്റിയും പോകുന്നു. എല്ലാം കൂടി ആയിട്ട് ഹീറോയിൻ്റെ അമ്മ നല്ലപോലെ കരയും. അങ്ങനെ ഇവിടെ ഹീറോയിൻ ഹോട്ടലിലേക്ക് ചെല്ലും.
ഡോറ് തുറക്കുമ്പോഴോ അവളൊരു പ്രത്യേക വേഷമായിരുന്നു ഇട്ടിരുന്നത്. ഇത് കണ്ട അങ്കിള് പറയും, എന്നെ വെറുതെ ചെയ്താൽ പോരാ, ടോർച്ചർ ചെയ്ത് വയലൻ്റ് ആയിട്ട് ചെയ്യണമെന്ന്. എന്നിട്ട് പുള്ളി അവിടെ ഇരുന്ന് ചാട്ട എടുത്ത് പുള്ളിക്കിട്ട് അടിക്കാനും പറയും. ഇത് കേട്ട ഉടനെ ഹീറോയിൻ ചാട്ട എടുത്ത് അടിക്കും. ഈ പുള്ളി അടിക്കുമ്പോഴോ ഹീറോയിന് വേദന സഹിക്കാൻ പറ്റില്ല. അവൾ അവിടുന്ന് എങ്ങനെയൊക്കെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. നേരെ അവിടുന്ന് ഹീറോയിൻ വീട്ടിലേക്ക് വരും. നോക്കുമ്പോഴോ അവൾ നമ്മെ ഇരുട്ടത്തിരിക്കുന്നു. ഹീറോയിൻ ചോദിക്കും എന്ത് പറ്റിയെന്ന്. അവളുടെ അമ്മ ഗ്രാൻഡ്മ ഡെഡായ കാര്യം പറയും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ വിഷമം കാരണം കരയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ അകത്തേക്ക് പോയിട്ട് ആ ഡയറി എടുത്ത് കാണിക്കും. എന്നിട്ട് ഹീറോയിനോട് ചോദിക്കും, ഇതിലുള്ളതൊക്കെ സത്യമാണോ അതോ കള്ളമാണോ, ഇതൊക്കെ നിൻ്റെ വെറും ഇമാജിനേഷൻ അല്ലേ എന്നൊക്കെ. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ പറയും, അല്ല, അതിലുള്ളതെല്ലാം സത്യമാണ്, ഇതെല്ലാം ഞാൻ അറിയാതെ ചെയ്തതാണ്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ കരയും. ഇതെല്ലാം കേട്ട് അവളുടെ അമ്മ പറയും, ഞാൻ നിൻ്റെ കൂടെ ടൈം ചെലവഴിക്കാത്തത് കൊണ്ട് പറ്റിയതാണ്, തെറ്റെല്ലാം എൻ്റെ ഭാഗത്താണ് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഓക്കെ ആകും. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോകും. ഹീറോയിൻ അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വെളിയിൽ വരും. അതോടൊപ്പം തന്നെ അവളുടെ കൂട്ടുകാരി മാനിലയുമായിട്ട് വീണ്ടും ഫ്രണ്ടാകും. ഒരിക്കൽ ഹീറോയിനും മാനിലയും കൂടെ കോളേജിലേക്ക് പോകും. ആ ടൈമിലാണ് ഡാനിയലും അർണോൾഡും തമ്മിൽ അടിയുണ്ടാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അർണോൾഡിൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് ഡാനിയൽ എന്തൊക്കെയോ പരിപാടി ചെയ്തു. അത് ഈ അർണോൾഡ് അറിയുകയും ചെയ്തു. അതുകൊണ്ട് അവർ തമ്മിൽ നല്ല അടിയാകും. ഡാനിയൽ അവിടെ നിന്ന് ഹീറോയിനും മാനിലയും കാണും. അവൻ അവരോട് മിണ്ടാനും നോക്കും. എന്നാൽ ഹീറോയിനാണെങ്കിലോ അവനെ മൈൻഡ് കൂടി ചെയ്യാതെ അകത്തേക്ക് പോകും. അവൾ കോളേജിലേക്ക് പോയി റിസൾട്ട് നോക്കും. അതിലെല്ലാവരും പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിൻ മാത്രം ഫെയിൽ. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് മാർക്കോ വരുന്നത്. അവൻ ഹീറോയിനോട് പറയും, ഞാനും ഫെയിലായെന്ന്. അതോടൊപ്പം തന്നെ മാർക്കോ അവളോട് പറയും, എനിക്ക് നിന്നോട് തനിയെ സംസാരിക്കണമെന്ന്. മാർക്കോ അവളെയും വിളിച്ചുകൊണ്ട് പോയി ഒരു ഡയറി കൊടുക്കും. നോക്കുമ്പോഴോ ആ ഡയറിയിൽ മുഴുവൻ ഹീറോയിനെ നല്ല അടിപൊളിയായിട്ട് വരച്ചു വെച്ചിരിക്കുന്നു. ഇത് ഹീറോയിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കുറേ നേരം സംസാരിക്കും. ആ ടൈമിൽ മാർക്കോ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യും. അതോടൊപ്പം തന്നെ മാർക്കോ അവളോട് ചോദിക്കും, ഞാൻ നിന്നെ അടുത്തിരുത്തി ഒന്ന് ഡ്രോ ചെയ്തോട്ടെ എന്ന്. ഹീറോയിൻ അതിന് ഓക്കെയും പറയും. അങ്ങനെ ഹീറോയിന് മാർക്കോയെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഹീറോയിൻ ട്രൂ ലവ് കണ്ടത് ആകെ മാർക്കോയിൽ മാത്രമായിരുന്നു. പിന്നെ എന്ത് വേണം, രണ്ടുപേരും തമ്മിൽ സെറ്റാകും. മാർക്കോ അവിടുന്ന് പോയ ശേഷം ഡാനിയൽ അങ്ങോട്ടേക്ക് വരും. ഹീറോയിനോട് ചോദിക്കും, ഇന്ന് എൻ്റെ വീട്ടിൽ പാർട്ടി നടക്കുന്നുണ്ട്, നീ വരുന്നുവെന്ന്. ഇതിൻ്റെ ഹീറോയിൻ ആദ്യം നോ പറയും. പിന്നീട് ഹീറോയിൻ ഓർക്കും, അവൾ മാറിയെന്ന് എല്ലാവരും അറിയണമല്ലോ, അറിയിച്ചേക്കാമെന്ന് വിചാരിച്ച് ഹീറോയിൻ ആ പാർട്ടിയിലേക്ക് പോകും. ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുമ്പോഴോ ദേ നിൽക്കുന്നു മാനില കുറേ ആണുങ്ങളുമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട്. ഇത് കണ്ട ഹീറോയിൻ ഷോക്കാകും. എന്നെ ഉപദേശിച്ചവളല്ലേ ഈ നിൽക്കുന്നത് എന്നൊക്കെ ഓർത്ത ശേഷം ഹീറോയിൻ വേറൊരു പ്ലേസിലേക്ക് ഒറ്റയ്ക്ക് പോയി നിൽക്കും. ആ ടൈമിൽ വീണ്ടും ഡാനിയൽ വരുന്നു അവൻ്റെ പഴയ സ്വഭാവവുമായിട്ട്. പക്ഷേ ഇപ്രാവശ്യം ഹീറോയിൻ അവിടെ നിന്ന് ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ നീന്തി രക്ഷപ്പെടും. ആക്ച്വലി ആ ടൈമിൽ ഹീറോയിൻ ഓർക്കും, അവൾ പഴയതുപോലെയല്ല, ഇപ്പോൾ അവളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്, വേറെ ആരും പറയുന്നത് അവൾ കേൾക്കുന്നില്ല. അത് തെളിയിക്കാനാണ് അവൾ ആ പാർട്ടിയിൽ വന്നതും അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഹീറോയിനും അവളുടെ അമ്മയും ഗ്രാൻഡ്മയുടെ കല്ലറയിലേക്ക് വരും. എന്നിട്ട് അവിടെ ഒരു പൂ വെക്കുകയും ചെയ്യും. അതോടെ ഈ മൂവിയും തീരും.